ലൈംഗിക അതിക്രമ കേസിൽ അറസ്റ്റിലായ സംവിധായകൻ രഞ്ജിത്തിന്റെ ജാമ്യാപേക്ഷ ശനിയാഴ്ച കോടതി പരിഗണിക്കും. ഇതോടെ രഞ്ജിത്ത് റിമാൻഡിൽ തുടരേണ്ട സാഹചര്യമാണ്. കസ്റ്റഡി അപേക്ഷയും ശനിയാഴ്ചയാണ് പരിഗണിക്കുക. അപേക്ഷകൾ പരിഗണിക്കുമ്പോൾ രഞ്ജിത്തിനെ കോടതിയിൽ ഹാജരാക്കും. ആജ്ഞ രവീന്ദ്രൻ ചേരുന്നു. ആജ്ഞ, കോടതിയിൽ എന്താണെങ്കിലും രഞ്ജിത്തിന് ജയിലിൽ തുടരേണ്ട സാഹചര്യമാണ്. എന്താണ് നിലവിലത്തെ അന്വേഷണ പുരോഗതി, കേസിന്റെ വിശദാംശങ്ങൾ? എൽദോ പ്രധാനമായും 4 വകുപ്പുകൾ ചേർത്താണ് രഞ്ജിത്തിനെതിരെ കേസെടുത്തിരിക്കുന്നതെന്നാണ് അറിയുന്നത്. മാനഭംഗം, ലൈംഗിക അതിക്രമം, ലൈംഗിക ചുവയോടുകൂടിയുള്ള സംസാരം, അതുപോലെ തടഞ്ഞുവെക്കൽ തുടങ്ങി 4 വകുപ്പുകൾ ചേർത്തിട്ടാണ് രഞ്ജിത്തിനെതിരെ കേസെടുത്തിരിക്കുന്നതെന്നാണ് അറിയാൻ കഴിയുന്നത്. കൊച്ചി സിറ്റി പോലീസ് കമ്മീഷണർക്ക് നേരിട്ട് ലഭിച്ച പരാതിയുടെ അടിസ്ഥാനത്തിൽ കൊച്ചി സിറ്റി പോലീസ് കമ്മീഷണർ കാളിരാജ് മഹേഷ് കുമാറും അതുപോലെ DCP അശ്വതി ജിജി IPSും ചേർന്നുള്ള സംഘമാണ് ഈ കേസിനെ പറ്റി അന്വേഷിച്ചതും. ഈ 2 പേർ മാത്രമായിരുന്നു ആദ്യഘട്ടത്തിൽ ഈ കേസിനെ പറ്റി അറിഞ്ഞതും. അത് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് രഞ്ജിത്തിന്റെ അറസ്റ്റിനെ തുടർന്നാണ് മറ്റു ഉയർന്ന ഉദ്യോഗസ്ഥർ, കൊച്ചിയിലെ തന്നെ മറ്റു ഉയർന്ന ഉദ്യോഗസ്ഥർ കേസിനെ പറ്റി അറിയുന്നതും. അത്രയും രഹസ്യമായി തന്നെയാണ് ഈ മൂവ് ഉണ്ടായിരിക്കുന്നത്. പ്രധാനമായും ഫോർട്ട് കൊച്ചിയിലെ സിനിമ ലൊക്കേഷനിൽ വെച്ചിട്ടാണ് നടിക്കെതിരെ ഇത്തരത്തിലൊരു ആക്രമണം ഉണ്ടായത്. കാരവാനിൽ വെച്ചിട്ടാണ് ആക്രമണം ഉണ്ടായത്. സിറ്റി പോലീസ് കമ്മീഷണർ പറയുന്നതനുസരിച്ച് ആ സമയത്ത് തന്നെ ലൊക്കേഷനിൽ അന്വേഷിക്കുന്ന സാഹചര്യത്തിൽ, അല്ലെങ്കിൽ ലൊക്കേഷൻ ഉണ്ടായിരുന്നവരോട് അന്വേഷിക്കുന്ന സാഹചര്യത്തിൽ ഈ നടി കരഞ്ഞുകൊണ്ട് കാരവാനിൽ നിന്ന് ഇറങ്ങിപ്പോകുന്നത് കണ്ടിട്ടുണ്ട് എന്ന് തന്നെയാണ്. അതിൽ വ്യക്തതയുണ്ട്, അല്ലെങ്കിൽ അതിൽ കഴമ്പുണ്ട് എന്ന് കണ്ട ശേഷമാണ് ഇതുമായി ബന്ധപ്പെട്ട സിറ്റി പോലീസ് കമ്മീഷണർ മുന്നോട്ട് നീങ്ങിയതും. തുടർന്നാണ് ഈ രഞ്ജിത്തിന്റെ അറസ്റ്റിനെ തുടർന്നാണ് അന്വേഷണ സംഘം ഇതുമായി ബന്ധപ്പെട്ട് രൂപീകരിച്ചിട്ടുള്ളതും. എന്തായാലും വളരെ രഹസ്യമായി തന്നെയാണ് രഞ്ജിത്തിനെ രക്ഷപ്പെടാനുള്ള എല്ലാ പഴുതുകളും അടച്ച ശേഷമാണ് അറസ്റ്റ് രേഖപ്പെടുത്തിയിട്ടുള്ളത്. നേരത്തെ തന്നെ നമുക്കറിയാം 2 പ്രധാനപ്പെട്ട പരാതികൾ രഞ്ജിത്തിനെതിരെ ഉണ്ടായിരുന്നു. ഒന്ന് ബംഗാളി നടിയുടെ പരാതി, ഒന്നൊരു ട്രാൻസ്ജെൻഡർ യുവാവിന്റെ പരാതി. ഇത്തരത്തിൽ 2 പരാതികളാണ് രഞ്ജിത്തിനെതിരെ ലൈംഗിക അതിക്രമവുമായി ബന്ധപ്പെട്ടുണ്ടായിരുന്നത്. ഹേമ കമ്മിറ്റി റിപ്പോർട്ടുമായി ബന്ധപ്പെട്ടുള്ള വാർത്തകൾ, അത്തരം റിപ്പോർട്ടുകൾ പുറത്തുവരുന്ന സാഹചര്യത്തിൽ ഒരു ഇന്റർവ്യൂവിലാണ് ബംഗാളി നടി തനിക്കെതിരെ ഇത്തരത്തിൽ മലയാളത്തിൽ ഒരു സംവിധായകൻ ഇത്തരത്തിൽ തന്നോട് മോശമായി പെരുമാറുന്ന സാഹചര്യമുണ്ടായത് പലരും മാണിക്യത്തിന്റെ സെറ്റിൽ വെച്ചിട്ടാണ് അതുമായി ബന്ധപ്പെട്ടുള്ള ചിത്രീകരണത്തിന് വേണ്ടി അവിടെ ചെന്നപ്പോഴാണ് എന്നുള്ള ആരോപണം ഉന്നയിക്കുകയും അത് തുടർന്ന് അവർ പരാതിപ്പെടുകയും പരാതിയെ തുടർന്ന് രഞ്ജിത്തിനെതിരെ നടപടി ഉണ്ടാവുകയും ചെയ്തിരുന്ന സാഹചര്യമുണ്ടായത് നമുക്കറിയാം. ഫിലിം അക്കാദമി, ചലച്ചിത്ര അക്കാദമിയുടെ ചെയർപേഴ്സൺ സ്ഥാനത്തു നിന്നും രഞ്ജിത്തിന് രാജിവെക്കേണ്ടുന്ന സാഹചര്യം ഉണ്ടായത് അങ്ങനെയാണ്. അതേസമയം രഞ്ജിത്തിന്റെ ന്യായീകരണം ഇതുമായി ബന്ധപ്പെട്ട തനിക്ക് നട്ടെല്ലിന് ശസ്ത്രക്രിയ കഴിഞ്ഞിട്ടുള്ള ആളാണ്, കരൾ രോഗമുള്ള ആളാണ്, അങ്ങേയറ്റം വീക്കായിട്ടുള്ള ആരോഗ്യാവസ്ഥയിലുള്ള ഒരാളാണ്. തനിക്ക് ബലം പിടുത്തത്തിനോ മൽപ്പിടുത്തത്തിനോ കഴിയില്ല. അതുകൊണ്ട് തന്നെ അന്വേഷണത്തോട് സഹകരിക്കാം, ഏത് സമയത്തും സഹകരിക്കാം, ജാമ്യം അനുവദിക്കണമെന്ന് തന്നെയാണ് രഞ്ജിത്തിന് ജാമ്യാപേക്ഷ കോടതിയിലെത്തിയിരിക്കുന്നത്. എന്തായാലും റിമാൻഡിലായി രഞ്ജിത്തിനെ ശനിയാഴ്ച വരെ റിമാൻഡിൽ ജയിലിൽ തന്നെ തുടരണം എന്ന് തന്നെയാണ് കോടതിയുടെ തീരുമാനം. ജാമ്യാപേക്ഷ ഇന്ന് കസ്റ്റഡി അപേക്ഷയായിരുന്നു പരിഗണിക്കേണ്ടതെന്ന്. ഒപ്പം രഞ്ജിത്തിന്റെ ജാമ്യാപേക്ഷയും ഇന്ന് പരിഗണിക്കേണ്ടതായിരുന്നു. അതാണ് ശനിയാഴ്ചത്തേക്ക് വീണ്ടും പരിഗണിക്കാൻ വേണ്ടിയിട്ട് മാറ്റിവെച്ചിരിക്കുന്നത്. എന്തായാലും രഞ്ജിത്ത് ശനിയാഴ്ച വരെ ജയിലിൽ തുടരുമെന്നുള്ള കാര്യത്തിലാണ് വ്യക്തതയായിട്ടുള്ളത്. അതേസമയം രഞ്ജിത്തിനെ ഫെഫ്ക സസ്പെൻഡ് ചെയ്തിട്ടുണ്ട്. ഫെഫ്കയുടെ താഴെയുള്ള ഡയറക്ടേഴ്സ് അസോസിയേഷനിലും അതുപോലെ തന്നെ ഈ എഴുത്തുകാരുടെ സംഘടനയിലുമാണ് രഞ്ജിത്ത് അംഗത്വമുണ്ടായത്. ഈ 2 അംഗത്വത്തിൽ നിന്നും രഞ്ജിത്തിനെ താൽക്കാലികമായി സസ്പെൻഡ് ചെയ്തതായിട്ട് ഫെഫ്ക അറിയിച്ചിട്ടുണ്ട്. അതുമാത്രമല്ല നിർമ്മാതാക്കളുടെ സംഘടനയിൽ രഞ്ജിത്തിന് അംഗത്വമുണ്ട്. ആ കാര്യത്തിൽ സംഘടനകൾ ഒരുപക്ഷെ നടപടിയെടുത്തേക്കാം. എന്തായാലും സിനിമാ സംഘടനകൾ എന്ത് നടപടിയെടുക്കുന്നു രഞ്ജിത്തിന്റെ കാര്യത്തിൽ എന്നുള്ള കാര്യത്തിൽ രഞ്ജിത്ത് തന്നെ ഈ ജാമ്യാപേക്ഷയിൽ പറയുന്നുണ്ട് തനിക്ക് നിരവധി ശത്രുക്കളുണ്ട്, തന്നെ കുരുക്കാൻ വേണ്ടിയിട്ട് ഉണ്ടായ മൂവാണ്. അത് മാത്രമല്ല ഇത് ഗൂഢാലോചനയുടെ ഭാഗം കൂടിയാണ് ഇത്തരത്തിലൊരു പരാതി ഉണ്ടായത് എന്നാണ് രഞ്ജിത്ത് വ്യക്തമാക്കുന്നത്. നടിയെ തന്റെ സിനിമയിൽ അഭിനയിക്കാൻ അവസരം നൽകാത്തത് കൊണ്ട് ഉണ്ടായിട്ടുള്ള വൈരാഗ്യ ബുദ്ധിയിലൂടെയാണ് ഇത്തരത്തിലൊരു പരാതി വന്നിരിക്കുന്നത് തുടങ്ങിയ കാര്യങ്ങളൊക്കെയായിരുന്നു രഞ്ജിത്ത് കോടതിയിൽ ബോധ്യപ്പെടുത്തിയിരിക്കുന്നത്. അങ്ങനെയാണ് രഞ്ജിത്ത് മാധ്യമങ്ങളോടും പ്രതികരിച്ചത് അങ്ങനെ തന്നെയാണ്. എന്തായാലും രഞ്ജിത്ത് ശനിയാഴ്ച വരെ ജയിലിൽ തുടരും. രഞ്ജിത്തിനെ അടിയന്തരമായി അറസ്റ്റ് ചെയ്ത് മജിസ്ട്രേറ്റിന് മുൻപാകെ ഹാജരാക്കുമ്പോൾ തന്നെ സിറ്റി പോലീസ് കമ്മീഷണറും DCPയും വളരെ വ്യക്തമാക്കിയ ഈ 2 കാര്യങ്ങളായിരുന്നു. പ്രത്യേകിച്ചും രഞ്ജിത്ത് 2 കേസുകളിൽ നേരത്തെ സമാനമായ 2 കേസുകളിൽ പ്രതിയായിരുന്നു. അതുകൊണ്ട് തന്നെ ജാമ്യം നൽകിയാൽ ഇത് കൂടുതൽ കേസ് അട്ടിമറിക്കാനുള്ള സാഹചര്യമേറും, അതുപോലെ സാക്ഷികളെ സ്വാധീനിക്കാനുള്ള സാഹചര്യമേറും എന്ന് തന്നെയാണ് പോലീസ് വ്യക്തമാക്കിയിട്ടുള്ളത്. എന്തായാലും ശനിയാഴ്ചയാണ് രഞ്ജിത്തിന് നിർണായകമായിട്ടുള്ള ദിനം.
നിന്നും ആജ്ഞ രവീന്ദ്രനാണ് വിവരങ്ങൾ നൽകിയത്. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.